ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളെ ഒരു ചെറിയൊരു പാർട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ സിമ്പിളായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് നിങ്ങൾ അതിൻ്റെ റെസിപ്പിയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. നമ്മൾ ഈ പനോലൊക്കെ വിരിച്ചതിന് ശേഷം മസാല ഇട്ട് വെച്ച ആടിൻ്റെ പീസുകൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നിരത്തുകയാണ് കേട്ടോ ചെയ്യുന്നത്. മസാല എന്ന് വെച്ചാൽ വെറും മഞ്ഞൾപ്പൊടി, ഉപ്പ്, അതേമാതിരി തന്നെ കുരുമുളകിൻ്റെ പൊടി മാത്രമേ ഉള്ളൂ കേട്ടോ. ഇറച്ചി കഴുകാൻ പാടില്ല. നേരെ ഇതിൻ്റെ മുകളിൽ പൊടി ഇങ്ങനെ പിടിപ്പിക്കുകയാണ് കേട്ടോ ചെയ്യുക. പിടിപ്പിച്ചതിന് ശേഷം ഈ പനോല വിരിച്ച ട്രേൻ്റെ ഉള്ളിൽ നിരത്തി വെക്കുക. നിരത്തി വെച്ചതിന് ശേഷം അലൂമിനിയം ഫോയിൽ വെച്ച് നന്നായിട്ട് ഭദ്രമായിട്ട് അടക്കണം കേട്ടോ. ഒരു ഗ്യാപ്പ് ഉണ്ടാകാൻ പാടില്ല. നന്നായിട്ട് അലൂമിനിയം ഫോയിൽ ചുറ്റണം. ഒരു ഷീറ്റൊന്നും ചുറ്റിയാൽ പോരാ. 2, 3, 4 ഷീറ്റ് വെച്ച് അടച്ചതിന് ശേഷം നേരെ ഒരു 3 മണിക്കൂർ ഓവൻ്റെ ഉള്ളിൽ കയറ്റണം കേട്ടോ. 3 മണിക്കൂർ വെച്ചിട്ട് നെയ്യ് ഇതേമാതിരിയൊക്കെ നമ്മൾ വെക്കുന്നുണ്ട് അതിൻ്റെ മുകളിൽ. 3 മണിക്കൂർ ഓവൻ്റെ ഉള്ളിൽ വെച്ചിട്ട് വെച്ചതിന് ശേഷം എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ അടിപൊളിയായിട്ടുള്ള ഈ മട്ടൻ വെന്ത് കിട്ടും കേട്ടോ. ഒരു കുഴപ്പവും പറ്റില്ല. അപ്പം നമ്മൾ ഇതൊക്കെ വലിയ പണിയാണെന്ന് വിചാരിച്ചിട്ട് നമുക്കൊക്കെ ഒരു ടെൻഷനായിരിക്കും. ഞാൻ പണ്ട് കാലത്തൊക്കെ വിചാരിച്ചിരുന്നു ആടിൻ്റെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ വലിയ പണിയാണെന്ന്. ഒക്കെ സിമ്പിളാണെന്ന് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടില്ലാത്ത പണിയാണെന്ന് മനസ്സിലാവുക. 3 മണിക്കൂറിൻ്റെ ഇടയിൽ നമുക്ക് റൈസിൻ്റെ പരിപാടിയും ചെയ്യാം. മറ്റുള്ള പണിനെക്കാട്ടിലും എളുപ്പം പണിയാണിത്. 3 മണിക്കൂർ ആ ഗ്യാപ്പ് നമുക്ക് കിട്ടുമ്പോൾ റൈസിൻ്റെ പരിപാടി. ഞാനിപ്പോൾ ഇവിടെ മച്ചുപൂസാണ് ചെയ്യുന്നത്. മച്ചുപൂസ് പല പ്രാവശ്യം ചെയ്ത് കാണിച്ച് തന്നിട്ടുള്ള കാരണം തന്നെ ഞാൻ എന്താണ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സിമ്പിളായിട്ട് കാണിക്കണമെന്നുള്ളൂ ഇതിൻ്റെ ഇത് ചെയ്യുന്നതിൻ്റെ രീതി. അപ്പോൾ ഇതൊക്കെ ഉണ്ട്. അത് മുമ്പ് കാണിച്ചത് കാരണം ഞാൻ റെസിപ്പി ഒന്നും കൂടുതൽ പറയുന്നില്ല. ഇതിപ്പോൾ സാധാരണ മസാലയൊക്കെ ഇട്ട് ഗരം മസാലയും അതൊക്കെ ഇട്ട് മസാല ഇട്ട് ഇതേമാതിരി തന്നെ അരിക്ക് വെള്ളത്തിൻ്റെ ഹിസാബ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം വെക്കണം. ഇറച്ചി വെന്തിട്ടുണ്ട് കേട്ടോ 3 മണിക്കൂറിന് ശേഷം. നമുക്കപ്പോൾ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. ചോറ് റൈസ് റെഡി ആയിട്ടുണ്ട്. റൈസ് ഈ സിനിയിൽ ഇട്ടതിന് ശേഷം ഇറച്ചിയെടുത്ത് മുകളിൽ വെച്ച് ഡെക്കറേറ്റ് ചെയ്യേണ്ടതുണ്ട്. അശുവ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, കടലപ്പരിപ്പ് വെച്ചിട്ടുണ്ടാക്കുന്നത്. അതിൻ്റെ ഒരു റെസിപ്പി ഞാൻ പിന്നീട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത്രയുള്ള പരിപാടി. നന്നായിട്ട് ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ച് എല്ലാ സിനിയിലൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ഇറച്ചിയൊക്കെ വെച്ചിട്ടുള്ള വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ച് പറ്റിയില്ല. അപ്പോഴത്തേനും ഗസ്റ്റുകളൊക്കെ വന്ന് അവർക്ക് കൊടുക്കേണ്ട സമയമായി. ഞാനും കഴിച്ച് നോക്കിയിട്ടാണ്, കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിട്ടുണ്ട്. ഇൻഷാ അല്ലാ ഫീഡ്ബാക്ക് അറിയിക്കുക. എല്ലാവരും ലൈക്ക് അടിക്കുക, ഫോളോ ചെയ്യുക. ഫോളോ ചെയ്യണം കേട്ടോ. ഫോളോ ആഡ് ഫ്രണ്ട് കൊടുക്കരുത്. ആഡ് ഫ്രണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നില്ല. 5000 പേരിൽ കൂടുതലായതിൻ്റെ പേരിൽ തന്നെ എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യുക. ഫ്രണ്ട്സുകളൊക്കെ എല്ലാവരും ഫോളോ